അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൊഫൈസ് വേവ്സിൽ നമ്മൾ വിവിധങ്ങളായ ആളുകളാണ് പ്രൊഫൈസ് വേവ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ മെനുവിലെ കൃത്യമായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവിധ ഏരിയകളിൽ പിന്നാമ്പുറ വിശേഷങ്ങളും രസകരമായ മറ്റു ചർച്ചകളുമാണ് പ്രൊഫൈസ് വേവ്സിൽ നമ്മൾ കൊണ്ടുവരാറുള്ളത്. പ്രൊഫൈസ് വേവ്സിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാനനായ ഫിറോസ് ഖാൻ സ്വലാഹി അവർകളാണ്. അദ്ദേഹം വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ പ്രൊഫൈസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു 6 മെയിൻ വെന്യൂവിന് പുറമെ മറ്റ് 5 വെന്യൂകൾ സബ് വെന്യൂകൾ നമ്മൾക്കുണ്ട്. ഈ 5 വെന്യൂകളുടെ ഒരു ഓവറോൾ ഡ്യൂട്ടി നിർവഹിക്കുന്ന വ്യക്തിത്വമാണ് ബഹുമാനായ ഫിറോസ് ഖാൻ സ്വലാഹി. അദ്ദേഹത്തോട് നമുക്കതുമായി എന്താ ചോദിച്ചറിയാം. തീർച്ചയായും നമ്മുടെ പ്രൊഫൈസ് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ വേദിയാണ് ഈ വർഷം ഉള്ളത്. എന്തൊക്കെയാണ് നമ്മൾ മെയിൻ വെന്യൂവിന് പുറമെയുള്ള വെന്യൂകൾ, അത് തൊട്ടടുത്താണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും ചുരുക്കി പറഞ്ഞാൽ? അൽഹംദുലില്ലാ, ഇപ്രാവശ്യത്തെ പ്രൊഫൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ മെയിൻ വെന്യൂവിന് പുറമെ 5 വെന്യൂകളാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ ഏജിനനുസരിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടീൻ സ്പേസിനുള്ള ഒരു പ്രത്യേക വെന്യൂ, അത് ഗേൾസ് വേറെ ബോയ്സ് വേറെ, 2 ടീമിനും സുതാര്യമായി സംസാരിക്കാനും അവരോട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റുന്ന രൂപത്തിൽ തന്നെ വെന്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. UP ലെവലിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ വെന്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LP ലെവലിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ വെന്യൂ ഉണ്ട്. KG ലെവലിലുള്ള കുട്ടികൾക്ക് അവരുടേതായ രൂപത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും പറ്റുന്ന രൂപത്തിൽ വെന്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 വെന്യൂകൾ അൽഹംദുലില്ലാ ഇപ്പോഴത്തെ നമ്മുടെ പാർട്ടിസിപ്പേഷൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ വളരെ ബൃഹത്തായ ഒരു നമ്പർ കുട്ടികൾ ഇൻഷാ അല്ലാഹ് നാളെ പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിന് നിലവിൽ നിശ്ചയിച്ച വെന്യൂ നമ്മൾ മാറ്റി. രജിസ്ട്രേഷൻ അതിനേക്കാൾ കൂടുതൽ വന്നതല്ലേ? രജിസ്ട്രേഷൻ വന്നു എന്ന് മാത്രമല്ല, ഇനിയും നാളെ വരുമ്പോൾ ഒരു പക്ഷേ കൂടും. നിലവിൽ നമ്മൾ കണ്ടിരുന്ന വെന്യൂ അതെന്തായാലും ഓവർഫ്ലോ ആകുമെന്നുള്ളത് കൊണ്ട് നമ്മൾ പുതിയ വെന്യൂ സഫീർ കണ്ണൂർ ആയതുകൊണ്ട് അല്ലേ ഇവിടുത്തെ വെന്യൂകളെ പറ്റി നല്ല ധാരണ ഉണ്ടാവും. സഫീറിന് അത് പറയാൻ പറ്റും. ഞാൻ ഒരു പോയിന്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യണം. ഞാൻ കുറച്ച് മുമ്പ് ഇവിടുത്തെ മെയിൻ വെന്യൂവിൻ്റെ ഇൻചാർജുള്ള ആളുകൾ, അതുപോലെ ഓരോരോ വെന്യൂവിൻ്റെ ചാർജുള്ള സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളൊക്കെ ആയിട്ട് സംസാരിച്ചത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എത്ര 1000 ആൾക്കാർ വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ കണ്ണൂരുകാർ ഞങ്ങളവരെ സൽക്കരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞവർ. ഭയങ്കര രസമുള്ള സാധനമാണ്. ഞങ്ങളവിടെയുള്ള ആൾക്കാർ എത്ര ആൾ വന്നാലും ഞങ്ങളവരെ മാനേജ് ചെയ്യും, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇവർ വാക്കുകൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ കത്താം സൽക്കാരം എന്നുള്ള വാക്കൊക്കെ ഭയങ്കര രസമായിട്ടാണ് അവതരിപ്പിച്ചത്. ആതിഥ്യം സ്വീകരിക്കാൻ ഏതായാലും പറയുന്ന കുറെ പറയണ്ട, അത് വേറെ തന്നെ ടോപ്പിക്കാണ്. ഏതായാലും നമ്മൾ ഈ വെന്യൂകളിൽ ഒന്ന് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ബോയ്സ് ആൻഡ് ഗേൾസ് വേറെ പ്രോഗ്രാം, അതേപോലെ തന്നെ ലിറ്റിൽ ബഡ്സ് എന്ന പേരിൽ UP ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക്, അതേപോലെ ബട്ടർഫ്ലൈസ് എന്ന പേരിൽ LP ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക്, സ്വീറ്റ് ബഡ്സ് എന്ന പേരിൽ ചെറിയ കുട്ടികൾക്ക്. ഇവിടെ നമ്മളെ ഈ സാധാരണ ഒരു പക്ഷേ നാളെ വരുന്ന കുട്ടികളെ കൊണ്ടുവരണോ, വന്നാൽ എന്താകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകും. ഈ ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ 3 വയസ്സ് മുതലുള്ള കുട്ടികളെ കൊണ്ടുവന്നാൽ അവരെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ ഒരു പ്ലാന്? തീർച്ചയായും പാരൻസിന് നല്ല ആശങ്കയുള്ളൊരു വിഷയമാണ്. ഞങ്ങളുടെ കുട്ടികൾ 3 വയസ്സായിട്ടുള്ളൂ, 5 വയസ്സ് തികയുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കുന്നില്ല നല്ല ആശങ്കയുള്ള പാരൻസ് നമ്മുടെ കോളിംഗ് ടൈമിലും നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അവർക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ ഏറ്റെടുക്കുവാനും നമ്മുടെ KG ക്ലാസ്സുകളിൽ അഥവാ അൽഫിത്ര പോലത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും അവരുടെ ആയമാരുമായ വോളണ്ടിയേഴ്സാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഏറ്റവും രസകരമായ രൂപത്തിൽ നമ്മുടെ കഴിഞ്ഞ 3 പ്രൊഫൈസിൻ്റെയും ഫീഡ്ബാക്കിൽ കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. ധൈര്യമായിട്ട് അവർക്ക് കൊണ്ടുവന്ന് തരാം. ഇൻഷാ അല്ലാഹ് പ്രോഗ്രാം കഴിയുന്ന സമയത്തേക്ക് നമുക്ക് അവരടുത്തേക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചേൽപ്പിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ഒരു കെയർ ടേക്കർ അല്ലേ? യെസ്, തീർച്ചയായും. സ്കൂളുകളിലൊക്കെ ഉള്ളൊരു സിസ്റ്റം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ സിസ്റ്റമാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രൊഫൈസിന്റെ മെനുവിൽ എത്തുന്ന പാരന്റ്സ് അഥവാ വലിയ ആളുകൾ അവർക്ക് പ്രോഗ്രാം ഒരു മുടക്കില്ലാതെ കേൾക്കണം. അതെ, മനസമാധാനത്തോടുകൂടി പ്രോഗ്രാം. ഞാൻ കഴിഞ്ഞ തവണ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഓർമ്മയതാണ്, ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് ആളുകളോട് സംസാരിച്ചിരുന്ന സമയത്ത് അന്ന് ഈ പറഞ്ഞ പോലെ
ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്, ധൈര്യമായിട്ട് ഞങ്ങൾക്ക് പ്രൊഫൈസിന് വരാം. ഒരുപാട് പരിപാടിക്ക് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽസ് ആയതുകൊണ്ട്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സെഗ്മെൻറ്റിൽ കൺസ്ട്രക്ഷൻ മേഖല ഒരുപാട് പ്രോഗ്രാമാണ്. പക്ഷെ അവിടെയൊക്കെ പോകുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇവിടെ വരാൻ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സുഖമാണ് എന്നുള്ള ഒരു സംസാരമാണ് അല്ലേ. ഏതായാലും പിന്നെ നമ്മൾ നാളെ ഏറ്റവും പ്രധാനമായി ഞായറാഴ്ച ദിവസം പ്രൊഫൈസിൻ്റെ മെയിൻ വെന്യൂ പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ ഉപഘടകമായി തന്നെ 5 വെന്യൂകൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തയ്യാറാണ്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ നിങ്ങളൊരു ടെൻഷൻ അടിക്കേണ്ടതില്ല. ധൈര്യസമേതം മക്കളുമായി നിങ്ങൾക്ക് പ്രോഗ്രാമിലേക്ക് വരാം. വിപുലമായ സൗകര്യങ്ങൾ, അവർക്കുള്ള ഭക്ഷണമാകട്ടെ, നമസ്കാരമാകട്ടെ, മറ്റെല്ലാ സൗകര്യങ്ങളും ഏറ്റവും നന്നായി തന്നെ വിവിധ വേദികൾ ഒരുക്കിയിട്ടുണ്ട് എന്നൊരു സന്തോഷ വാർത്തയാണ് ഇവിടെ വെന്യൂ ഡ്യൂട്ടിയുള്ള ഫിറോസ് ഖാൻ സുലായി നമ്മുടെ കൂടെ പങ്കുവെക്കുന്നത്. ഏതായാലും ഈ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് സമയം ജസാക്കല്ലാഹ് ഖൈർ. ഇൻഷാ അല്ലാഹ്.